തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ. മുറിവേൽപ്പിച്ചവനും ഇടം കൊടുക്കുന്ന, മുറിവേറ്റവരെ ചേർത്ത് പിടിക്കുന്ന ഹൃദയം, അതാണ് ഈശോയുടെ തിരുഹൃദയം. ഈശോയുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് അവിടുത്തെ തിരുഹൃദയം നമ്മളോട് പങ്കുവയ്ക്കുക. ഈശോയുടെ തിരുഹൃദയത്തെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഈ ജൂൺ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയം നമ്മളോട് പങ്കുവയ്ക്കുന്ന 2 ചിന്തകളെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയം നമ്മളോട് പറയുന്നു, അവിടുത്തെ ഹൃദയം കണക്ക് ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കുക. എന്താണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത? ഈശോയുടെ തിരുഹൃദയം കുത്തി തുറക്കപ്പെട്ട ഹൃദയമാണ്. സ്നേഹം പ്രവഹിക്കുന്ന ഹൃദയമാണ്. സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഹൃദയമാണ്. സ്നേഹം വല്ലാതെ തണുത്തുപോകുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ കണക്ക് ഒരു ഹൃദയം ഉണ്ടായിരിക്കുക എന്നത് വലിയ ഒരു ദൈവിക നിയോഗമായി നമ്മൾ കരുതുക. അതുകൊണ്ട് ഈശോയെ കണക്കൊരു ഹൃദയം രൂപപ്പെടുത്താൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുക. ഈശോ നമ്മളോട് പറയുന്നു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ. ശാന്തഹൃദയത്തിന് ഉടമകൾക്ക് മാത്രമേ മറ്റുള്ളവർക്ക് ശാന്തി കൊടുക്കാൻ സാധിക്കൂ. വിനയാന്വിതമായ ഒരു ഹൃദയമുള്ളവർക്ക് മറ്റുള്ളവർക്ക് അഭയമാകുവാനും അവരെ കേൾക്കാനും സ്വീകരിക്കാനും സാധിക്കും. ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹഭാവങ്ങളായിരുന്നു ശാന്തതയും വിനയവും. അത് ജീവിതത്തിൽ കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈശോയെ കണക്കൊരു ഹൃദയം നമ്മളിലും രൂപപ്പെടും. അങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹഭാവങ്ങളെ സ്വന്തം ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഈശോയുടെ തിരുഹൃദയം രണ്ടാമതായി നമ്മളോട് പറയുന്നത് അവിടുത്തെ തിരുഹൃദയത്തോട് ഒട്ടിച്ചേർന്നിരിക്കാനാണ്. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്നാൽ സ്നേഹത്തിൻ്റെ ഭാഷകൾ മാത്രമേ നാം പിന്നീട് സംസാരിക്കുകയുള്ളൂ. 1673 75 ഇടയിൽ മേരി മാർഗ്രറ്റ് അലക്കോക് സന്യാസിനിക്ക് കിട്ടിയ ദർശനത്തിൽ നിന്നാണ് തിരുഹൃദയം എന്ന കൺസെപ്റ്റ് രൂപപ്പെടുക. ഒരു ഡിസംബർ മാസം 27 ഈ സന്യാസിനിക്ക് ഒരു ദർശനമുണ്ടാകുകയാണ്. ഒരു ഹൃദയം, അതിന് മുകളിൽ അഗ്നിഗോളം, ചുറ്റും മുള്ളുകൾ, പിന്നെ ഒരു കുരിശടയാളം. ഈ ഡിസംബർ 27 ഒരു പ്രത്യേകതയുണ്ട്. അത് യോഹന്നാൻ്റെ തിരുനാൾ ദിവസമാണ്. ഈശോയുടെ മാറിനോട് ഹൃദയത്തോട് ചേർന്ന് കിടന്ന യോഹന്നാൻ്റെ ഓർമ്മ തിരുനാൾ. ഈ യോഹന്നാന് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റം ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്നപ്പോഴാണ് ഉണ്ടായത്. ജീവിതത്തിൻ്റെ അവസാനം വരെ പിന്നീട് യോഹന്നാൻ സംസാരിക്കുന്നത് ഒരു പദത്തെക്കുറിച്ച് മാത്രമാണ്, സ്നേഹം. യോഹന്നാൻ നമ്മളോട് പറയുന്നു, ദൈവം സമം സ്നേഹമെന്ന്. ഈശോയുടെ തിരുഹൃദയത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്നവർ സ്നേഹത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കൂ. അവരുടെ ജീവിതം മുഴുവൻ സ്നേഹം നിറഞ്ഞതായി മാറും. അപ്പോൾ യോഹന്നാനെ പോലെ സ്നേഹത്തിൻ്റെ മനുഷ്യരായി രൂപാന്തരപ്പെടണമെങ്കിലും ഈശോയുടെ തിരുഹൃദയത്തോട് നാം ചേർന്നിരിക്കണം. ഈശോയുടെ തിരുഹൃദയത്തോട് ഒട്ടിച്ചേർന്നിരുന്ന് അവിടുത്തെ സ്നേഹഭാവങ്ങളെ ഒപ്പിയെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയം, സ്നേഹം ഒഴുകിയിറങ്ങുന്ന ഈശോയുടെ തിരുഹൃദയം നമ്മളോട് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ആ ഹൃദയത്തിൽ ഇടമുണ്ട് എന്നാണ്. ആ തിരുഹൃദയത്തിൽ ഇടമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരുഹൃദയത്തിലേക്ക് ചേർന്നിരുന്ന് സ്നേഹഭാവങ്ങളെ സ്വീകരിച്ച് ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് മുറിച്ചു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഈശോയെ കണക്ക് ഒരു ഹൃദയമുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്ന് ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തകൻ പറയുന്നത് പോലെ നമുക്കും പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ആമേൻ.